ChatGPT എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നപ്പോൾ ഇത് ഇത്ര അടിപൊളിയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കുക്കി ഉണ്ടാക്കാം. ആകെ ChatGPT പറഞ്ഞത് എന്റെ കയ്യിൽ ആകെ 87 gram ഓഫ് ബട്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് ഗ്രാം ഒക്കെ പറഞ്ഞുതരാൻ പറഞ്ഞു. ഫാറ്റ് ആൻഡ് ഷുഗർ മിക്സ് ചെയ്യാനായിട്ട് 95 gram ഓഫ് ബ്രൗൺ ഷുഗറും 45 gram ഓഫ് നോർമൽ ഷുഗറും എടുക്കാൻ പറഞ്ഞു. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിനകത്ത് ഒരു ഫുൾ എഗ് ഇതിനകത്ത് പൊട്ടിച്ച് വീഴ്ത്തണം. അത് മാത്രം പോരാ, അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ ആവശ്യത്തിന് വാനില എസൻസും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് വിസ്ക് ചെയ്ത ശേഷം മാത്രം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്യാം. കുറച്ച് മാത്രം ഇട്ട് മിക്സ് ചെയ്തു. എന്നിട്ടാണ് സെക്കൻഡ് ബാച്ച് ഓഫ് ഡ്രൈ ഫ്ലവർ യൂസ് ചെയ്തത്. ഇനി വളരെ ശ്രദ്ധിക്കണം, മൈദ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒരുപാടൊന്നും ഇട്ട് മിക്സ് ചെയ്യരുത്, കുറച്ച് മാത്രം മിക്സ് ചെയ്താൽ മതിയായിരിക്കും. അവസാനത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ ചോക്കോ ചിപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 30 to 40 minutes റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അവരില്ലാത്തതുകൊണ്ട് ഞാൻ എയർ ഫ്രയർ ആണ് യൂസ് ചെയ്തത്. സോ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതെല്ലാം വെക്കാനായിട്ട്. 10 to 12 minutes മാത്രം വെച്ചാൽ മതിയായിരിക്കും. ഞാൻ അവസാനം എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ മിഡിൽ പാർട്ടിൽ കുറച്ചൊന്ന് സോഫ്റ്റ് ഒന്ന് കുക്ക് ആവാത്ത പോലെ, പിന്നെ സൈഡിൽ ഒരു ബ്രൗൺ കളർ, അതാണ് കറക്റ്റ് ബേക്ക് ടൈം എന്ന് പറയാം. ഇതിനി എടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോണ്ടല്ലോ, നല്ല ച്യൂയി നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കുക്കി കിട്ടും. ഇതിപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുമെന്ന് ഞാൻ എന്തായാലും വിചാരിച്ചില്ല. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ.